ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു മാസം 27th നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പർച്ചേസ് വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ നമ്മൾ പോയതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീണ്ടും എന്തിനാണ് പോകുന്നതെന്നുള്ളത്. നമ്മൾക്ക് മെയ് മാസത്തിൽ ഇവിടെ 3 ദിവസത്തെ പബ്ലിക് ഹോളിഡേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു 3 ദിവസം കൂടിയും കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലും താല്പര്യം നാട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ മാസം അല്ല, ഡിസംബറിൽ പോയപ്പോൾ ഭയങ്കരമായിട്ട് ചടപടേന്ന് പോയ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഭയങ്കരമായിട്ട് വീട്ടുകാരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തവണ ഉർലോബ് എടുക്കുമ്പോഴും, അതായത് വെക്കേഷൻ എടുക്കുമ്പോഴും ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ തന്നെയാണ് താല്പര്യം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാമെന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ പർച്ചേസ്, കഴിഞ്ഞ തവണ പോയപ്പോൾ കുറച്ച് കൂടുതൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രയും പർച്ചേസും കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങുന്നുള്ളൂ ഇതാണ് പോകുമ്പോൾ. കാരണം നമ്മൾ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പോയിട്ട് എനിക്കൊന്നും ഡിസംബറിൽ നമ്മൾ തിരിച്ച് നവംബർ 18-നാണ് നമ്മൾ കഴിഞ്ഞ തവണ പോയത്. ഇപ്പോൾ അതേ ഏപ്രിൽ 27-നാണ് നമ്മൾ വീണ്ടും നാട്ടിലേക്ക് പോകുന്നത്. അത് മാത്രമല്ല, എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് പോകണം. എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. കഴിഞ്ഞ സെപ്റ്റംബറിൽ എൻ്റെ കോഴ്സ് തീർന്നതാണ്. അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സർട്ടിഫിക്കറ്റ് ഗ്രാജുവേഷന് ഞാൻ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോകണം ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതേ റെഡിയൊക്കെ ആയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് താഴത്ത് വാഷ് ചെയ്യാൻ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിലുള്ള ദിവസമല്ലേ. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇന്ന് അത്യാവശ്യം ഒരു സണ്ണി ഡേ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ട്രെയിനൊക്കെ കയറി നമ്മൾ നേരെ പോയത് എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്കാണ് കേട്ടോ, സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. സ്നൈപ്സിന്റെ ബിൽഡിങ്ങിലാണ് അവളുടെ കോളേജ്. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ചോദിച്ചോക്കിയപ്പോഴാണ് ഗായ്സ് അവിടെ 2 to 3 ഓപ്പണിംഗ് ഉള്ളത്. അപ്പോൾ ആ ഒരു സമയം ആവുന്ന വരെ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 2 ഡ്രിങ്ക്സും 2 സ്നാക്സും വാങ്ങിച്ചിട്ട് അത് കഴിച്ചു. ഞങ്ങൾ 2-3 മണിക്കൂറായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീറ്റിംഗ് എന്തോ നടക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാണിച്ചു തരാം എന്തായാലും. അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോയത് അലക്സാണ്ടർ പ്ലാറ്റ്സിലേക്കാണ്. അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, പിന്നെ നമുക്ക് എന്തെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസൊക്കെ എല്ലാം നമുക്ക് അവിടെ തന്നെ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ നേരെ പോയത് അലക്സാണ്ടർ പ്ലാറ്റ്സിലുള്ള പ്രിമാർക്കിലാണ്. ചെന്ന് നോക്കി ഒന്നും തന്നെ കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യാത്തൊരു ഐറ്റം എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മളതൊന്നും വാങ്ങിച്ചില്ല. നേരെ ഒന്നും വാങ്ങാണ്ട് തന്നെ പ്രിമാർക്കിൽ നിന്ന് ഇറങ്ങാണ് ഉണ്ടായത്.
അത് കഴിഞ്ഞ് നമ്മൾ കയറിയത് DM-ലാണ് എന്തെങ്കിലും കോസ്മെറ്റിക് മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ നോക്കിയത് ബോഡി ലോഷൻ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോഡി ലോഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോഡി ലോഷൻ പല റേറ്റിലുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തത് നേരത്തെ എടുത്ത ആ ഒരു ബോഡി ലോഷനായിരുന്നു. അങ്ങനെ നമ്മൾ ഡഗ്ലസിൽ കയറിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അവിടെ നിന്ന് ഞാനൊരു ഈ ഒരു ടോണർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു വാങ്ങണം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അപ്പോൾ എനിക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ തന്നവർ ചെറിയ മിനി ആയിട്ടുള്ള സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. പിന്നെ നമ്മൾ റോസ്മാൻ കയറി നോക്കി. വീട്ടിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒന്നും കണ്ടില്ല. ഞാൻ അവിടെ നിന്ന് എനിക്ക് വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്കും ഒരു മസ്കാരയും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ചോക്ലേറ്റ്സ് ആണ് കൂടുതൽ വാങ്ങിച്ചത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇത്തവണ പോയപ്പോൾ ചോക്ലേറ്റ്സ് മാത്രമാണ് ഗൈസ് കൊണ്ടുപോയത്, അങ്ങനെയും പറയാം നമുക്ക്. അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയതിന് ശേഷം ഒരു കോഫിയൊക്കെ കുടിക്കാൻ തോന്നിയിട്ട് ഞാൻ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് കോഫി ലാറ്റെ മക്കിയാറ്റോ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ട്രെയിൻ കയറി നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ, കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആസ് യൂഷ്വൽ ചോക്ലേറ്റ്സ് ഒക്കെ തന്നെയാണ് വാങ്ങിച്ചത്, വേറെ ഒന്നുമില്ല. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇന്ന് ഡേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇന്ന് 25th ഏപ്രിലാണ്. ഇന്ന് വൈകുന്നേരമാണ് ഗായ്സ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ബെർലിൻ എയർപോർട്ടിൽ നിന്നല്ല പോകുന്നത്, ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. ബെർലിൻ നോക്കിയപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ വിചാരിച്ചു ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് പോവാം എന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെയാണ് പോയത്. അപ്പോൾ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് വരെ നമുക്ക് പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ IC ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലിക്സ് ബസ്. നമ്മൾ ICയിലാണ് പോകാറുള്ളത്, കാരണം കുറച്ചും കൂടി പെട്ടെന്ന് എത്തും. ഫ്ലിക്സ് ബസ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് നിമിഷത്തിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ IC ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ ഒരാൾക്ക് തന്നെ €100 സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, നമുക്ക് ഫ്ലിക്സ് ബസ് ട്രൈ ചെയ്യാം ഇത്തവണ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒരു 7 മണിക്കൂർ 7.5 മണിക്കൂർ 8 മണിക്കൂർ ഉണ്ട് ട്രാവല്. അതുകൊണ്ട് നമുക്ക് ഇന്ന് 25-ാം തീയതി ഒരു 9 മണിക്കാണ് ബെർലിനിൽ നിന്ന് ഫ്ലിക്സ് ബസ് ഉള്ളത്. ഒരു 7.5 മണിക്കൂറാണ് ട്രാവല്. അപ്പോൾ മിനിങ്ങാന്ന് വരെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വർക്കില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് വർക്കൊക്കെ ആയതുകൊണ്ട് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ നല്ല രീതിയിൽ തൊണ്ടവേദനയും ചെറിയ പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ടുണ്ട്, പക്ഷെ ഓക്കെയാണ്. അപ്പോൾ ഇന്നാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടിയത്. ഇന്ന് ഏകദേശം സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വർക്കൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വീട് കുറച്ച് അലമ്പായിട്ടൊക്കെ കിടക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം ജസ്റ്റ് നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം തിരിച്ച് വരുമ്പോൾ പിന്നെ ആകെ വൃത്തികേടായിട്ട് കിടക്കുമല്ലോ. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ടേബിളിലുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു വാങ്ങിച്ചത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് പെട്ടിയിലേക്ക് ആക്കി. അത് കഴിഞ്ഞിട്ട് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ താഴെയും ഒന്ന് അടിച്ചും കൂടിയും വാരുന്നുണ്ട്. അടിച്ചു വാരിയിട്ട് നിൽക്കുമൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഈ സാധനം എന്തായാലും എടുക്കണം, നമുക്ക് നാട്ടിൽ ചെന്ന് വ്ളോഗൊക്കെ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നാട്ടിലെ ഒരു വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഫാമിലി ആയിട്ടൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സെൽഫി സ്റ്റിക്ക്. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു ബാഗിൽ എൻ്റെ റെഡി ആവുന്ന മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഈ ബാഗിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. വേറെ ബാഗ് പോലത്തെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈ ബാഗിൽ സെറ്റ് ചെയ്യാം. നാട്ടിൽ നിന്ന് തന്നെ ഉണർന്ന് കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ബാഗ് കിട്ടല്ലേ. ഓക്കെ, നമുക്ക് എടുത്ത് വയ്ക്കാം. ഇത്തവണ അധികം സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കുറേ കെട്ടുകണക്കിന് കൊണ്ടുപോയിട്ട് അത് തന്നെ ഉണ്ട് ഒരു 5 കിലോ ഉണ്ടായിരുന്നു. 5 കിലോ ഇല്ലല്ലോ, അത് ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞതാണ്. 5 കിലോ ഇല്ല, ഒരു 2 കിലോ ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഇത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോകണം. കാരണം എൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെഡി ആവണമല്ലോ. അപ്പോൾ നാട്ടിൽ നിന്ന് വെറുതെ വാങ്ങിക്കണ്ട. എനിക്കിത് വാങ്ങണം എന്ന് താല്പര്യമില്ല, കാരണം എനിക്കുണ്ട്. അതുകൊണ്ട് ഇത് എടുക്കുന്നുണ്ട്. ഇത് വേറൊരു ഐ ഷാഡോ ആണ്. ഇതിൽ ബ്ലാക്ക് കളറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വേണം. കളർ കറക്റ്റർ അത് വേണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്തവണ പോകുമ്പോൾ വലിയ കാര്യമായിട്ട് ഒന്നും എടുക്കണ്ട. പക്ഷെ എൻഗേജ്മെൻ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് റെഡി ആവണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പം അതിനായിട്ടാണ് ഞാൻ ഈ ഒരു ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. നാർസിൻ്റെ ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഉള്ളത് നമുക്ക്
ഇട്ടിട്ട് പോവാം. റെഡി ആകുമ്പോൾ എന്തായാലും ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. നെയിൽ പോളിഷ് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോകുമ്പോഴാണ് നെയിൽ പോളിഷ് യൂസ് ചെയ്യാറുള്ളൂ. ഇവിടെ അങ്ങനെ യൂസ് ചെയ്യണ കുറവാണ്. അപ്പോൾ അമ്മ യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ ഇട്ടോട്ടെ, അമ്മ ഇടാറുണ്ടല്ലോ, അമ്മ ഇട്ടോട്ടെ. വാങ്ങിച്ച ചോക്ലേറ്റ്സ് ഒക്കെ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ കൂടുതലും ചോക്ലേറ്റ്സ് ആണ് വാങ്ങിച്ചേക്കുന്നത്. ആകെ കുറച്ച് ഐറ്റംസ് മാത്രമേ അല്ലാതെ വാങ്ങിച്ചിട്ടുള്ളൂ. ആദ്യം തന്നെ ഈ ഒരു ചോക്ലേറ്റ്സ് ആണ് വാങ്ങിച്ചത്. ഇത് നമ്മുടെ നാട്ടിലെ ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതേപോലെ ഇരിക്കുന്നൊരു ഇതാണ്. അപ്പോൾ അവർക്കും ഒന്ന് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചത് വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചേക്കുന്ന ഫുള്ളും ഇതുപോലത്തെ ചോക്ലേറ്റ്സിൻ്റെ ബാർ ഇതാണ്, കാരമൽ ചോക്ലേറ്റ്സ്. പിന്നെ കഴിഞ്ഞ തവണ മിൽക്ക കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മിൽക്ക ഇത് ഇവിടുത്തെ മെയിൻ ഒരു ചോക്ലേറ്റാണ്, മിൽക്ക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മിൽക്ക കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ചോക്ലേറ്റ്സ്. പിന്നെ ഇതുപോലത്തെ എല്ലാം മിൽക്കിൻ്റെ ചോക്ലേറ്റ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചേക്കണത് ഈ ഒരു കുക്കി പോലത്തെ ഒരു ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ കുക്കിയാണ്. ഇത് കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ കുക്കിയിൽ ഇങ്ങനെ ഇടയ്ക്ക് ആൽമണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കൊണ്ടുപോകുന്നുണ്ട്. അത് നമ്മുടെ പെട്ടി നമ്മൾ പാക്ക് ചെയ്ത് ഫുള്ള് കഴിഞ്ഞിട്ടില്ല, കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ അത് റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം സമയം ഏകദേശം ഒരു 6:50 ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുളിച്ച് റെഡിയായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. കാരണം നമ്മൾ ഫ്ലെക്സ് ബസ്സിൽ ഒരു 8 മണിക്കൂർ ജേർണി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫുഡൊന്നും കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ രാത്രിയാണല്ലോ, അപ്പോൾ നമുക്ക് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പം നമുക്ക് ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ തട്ടിക്കൂട്ട് സംഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കണതാണ്. ഇപ്പോൾ എഗ് ഓംലെറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഉള്ളി ഇട്ടിട്ടില്ല, മുളക് ഇട്ടിട്ടില്ല, ഒന്നുമില്ലാത്തൊരു സംഭവമാണ്. ഉപ്പും കുരുമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ഞാൻ എല്ലാം വാഷ് ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് എഗ്ഗ് കുറച്ച് മുട്ട ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 1 മാസം കഴിഞ്ഞിട്ടാണല്ലോ വരുള്ളൂ. അപ്പോൾ വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കിയത് ഒരു കറിയാണ് ഗായ്സ്. ഉണക്കമീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു കറി സെറ്റ് ചെയ്തതാണ്, പുളിയൊക്കെ ഇട്ടിട്ട്. പിന്നെ അത് ഇതിൻ്റെ ഉള്ളിൽ ബസുമതി റൈസാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്.